என்னம்மா? ബാക്കിയുള്ളവരൊക്കെ എവിടെ? அங்க இருக்காங்க. വിളിക്ക്. எதுக்கம்மா? വിളിക്കാൻ പറഞ്ഞാൽ വിളിച്ചാ മതി. കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. லெச்சு, கௌரி, கல்லு, பாரு, பவானி. லெச்சு, கௌரி, கல்லு, பாரு சீக்கிரம் வாங்க. വരുന്നു വരുന്നു. എന്താ അമ്മൂമ്മ? സിന്ധു എവിടെ? സിധു കടയിൽ പോയി. ഇതെന്താ? 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 ഇത് ഇന്ത്യ പുതിയതായിട്ട് വിക്ഷേപിക്കാൻ പോകുന്ന റോക്കറ്റിന്റെ ഭാഗമാ. ഇതിപ്പോ ഉണ്ടാക്കുന്നത് പാറമട വീടിന്റെ അടുക്കളയിലാ. എറിയാനുള്ള പരിപാടി ഇച്ചിരി ഒതുങ്ങിയോ? സത്യം പറഞ്ഞോണം. എന്റെ റേഡിയോ എവിടെ? സത്യം പറയാനാ പറഞ്ഞത്. എന്റെ ഭർത്താവിന്റെ റേഡിയോയാ. അതെ, ഇങ്ങോട്ട് പോരുന്നപ്പോ എനിക്ക് അത് അവിടെ ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല. നിന്റെയൊക്കെ ഇടയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചതാ. 40-40 വർഷം പഴക്കമുള്ള റേഡിയോയാ. അതും മദ്രാസിൽ നിന്ന് കൊണ്ടുവന്നത്. 40 വർഷം പഴക്കമുണ്ടാ? നീ മിണ്ടരുത്. നീയാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് നല്ലോണം അറിയാം. അതിന് ഞാൻ എന്ത് ചെയ്ത്? കനകം, നീയും എന്നെ ചതിച്ചല്ലോ. ഗൗരി, എനിക്കറിയാം നീ അതെടുത്ത് പൊളിച്ചു വിൽക്കാൻ ശ്രമിച്ചു കാണും. അമ്മ, അമ്മയുടെ ഭർത്താവ് എന്ന് പറയുമ്പം എൻ്റെ അച്ഛൻ, അതായത് ഇവരുടെ അപ്പൂപ്പൻ. അപ്പൊ അമ്മയ്ക്ക് അവകാശം ഉള്ളത് പോലെ തന്നെ ആ റേഡിയോയുടെ അവകാശം ഞങ്ങൾക്കും ഉണ്ട്, അല്ലേ? ആ ആ അത് തന്നെ, അവകാശം ഞങ്ങൾക്കും ഉണ്ട്. ഓ, അപ്പൊ റേഡിയോയ്ക്ക് അവകാശം പറഞ്ഞു തുടങ്ങി. പഴയ റേഡിയോ, പുരാവസ്തു. അപ്പം മൊബൈലിലൊക്കെ നോക്കിക്കാണും ഇതിന് എത്ര രൂപ കിട്ടും, എവിടെ കൊടുക്കാൻ പറ്റും എന്നൊക്കെ. അങ്ങനെ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് അതങ്ങ് കൊടുക്കാൻ തീരുമാനിച്ചു കാണും. കറക്റ്റ്, അമ്മൂമ്മയുടെ നിഗമനം കറക്റ്റ്. ഞങ്ങൾ അതിന്റെ വില ഓൺലൈനിൽ നോക്കിയായിരുന്നു. അമ്മായി ബാക്കി പറ. അങ്ങനെ ഓൺലൈൻ നോക്കിയിട്ട് ഞങ്ങൾ ഓൺലൈനിൽ വിൽക്കാനിട്ട് ഇട്ടപ്പ തന്നെ ഡിമാൻഡോട് ഡിമാൻഡ്. 2 ഇംഗ്ലണ്ടുകാർ $3 ലക്ഷം തരാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അപ്പൊ തന്നെ പാഴ്സൽ ചെയ്തു. ഞങ്ങൾ വിറ്റ് ഐറ്റം. നിങ്ങളെല്ലാരും എന്നെ ചതിച്ചില്ല. എന്റെ ഭർത്താവിന്റെ റേഡിയോ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ.